ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മൾ വെണ്ടയ്ക്ക തീയൽ കറിയാണ് കാണിങ്ങനെ. വെണ്ടയ്ക്ക തീയൽ കറി വെക്കാൻ വേണ്ടി ഒരു 1-2 സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും വേണം, അതും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ റെഡിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് തക്കാളി വേണം, അതായത് ഹാഫ് തക്കാളി മതി. ഞാൻ കുറച്ച് എമൗണ്ട് വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും വേണം. പച്ചമുളക് 2 എടുത്തിട്ടുള്ളൂ. അധികം എരിവിൻ്റെ അനുസരിച്ച് എടുത്താൽ മതി. അതുപോലെ കുറച്ച് തേങ്ങ ചിരണ്ടിയതും അതിനകത്തോട്ട് വറ്റൽമുളകും ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെണ്ടയ്ക്കായ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് കുറച്ച് തേങ്ങ എടുത്തേക്കുന്നത്. അത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിലോട്ട് നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇവിടെ ഇട്ടേച്ച് നമുക്കൊരു ബ്രൗണിഷ് കളറാകുന്നത് വരെ വറുത്തെടുക്കുക. അതിപ്പോൾ ഒരു ബ്രൗണിഷ് കളറായി. അതിലോട്ട് നമുക്ക് മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇടുക. മീറ്റ് മസാല 1 ടീസ്പൂൺ ഇടുക. എന്നുവെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ചെയ്തെടുക്കാം. മീറ്റ് മസാല ഇട്ട് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും ഫ്ലെയിം ഒത്തിരി കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നുണ്ട്. നമ്മളിനി അത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് അവിടെ തണുത്തേച്ച് നമുക്കത് അരച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. നമുക്ക് ആ ചീനച്ചട്ടി തന്നെ വെച്ച് കുറച്ച് എണ്ണയും വെച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലോട്ടിടുക. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോളയും അതിലേക്കിട്ട് 1-2 വട്ടം ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുക. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലോട്ടിടുക. ഇട്ട് നമുക്ക് നല്ലതായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് വഴറ്റിയെടുക്കാൻ നേരം. നമുക്കപ്പോഴത്തേക്ക് അത് വഴറ്റിയെടുക്കാം. ഒന്ന് വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ തക്കാളി എടുത്ത് അതിലേക്ക് ഇടാം. ചെറിയ രീതിയിലൊന്ന് വഴന്ന് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക നല്ല രീതിയിൽ വഴന്ന് കിട്ടണം, എന്നാലേ നമുക്ക് ടേസ്റ്റ് ഉള്ളൂ. ഇനി നമുക്ക് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ കൂട്ടെല്ലാം കൂടെ ഇതിലോട്ടിടാം, അരപ്പ്. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടച്ച് വെക്കുക. നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കറിയുടെ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.